അതുപോലെ തന്നെ ഒരു ബാങ്കിങ് ആയിട്ട് പുതിയ ഒരു ഡയറക്ടറാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റും നന്നായിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഓരോരുത്തരെയും കൊണ്ടുവന്നേക്കുന്ന അതുപോലെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് നമ്മൾ കാണാൻ പറ്റുന്നത്. നമുക്ക് കുറവില്ല, ഒരു ലാഗില്ലാതെ കൊണ്ടുപോയേക്കുന്നത്. ഈ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്തേക്കുന്ന ഈ സിനിമ നല്ല ത്രില്ലർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാസർഗോഡിൻ്റെ തനി ആ ഒരു ഇത് വന്നേക്കുന്ന ഒരു സ്മഗ്ലിംഗ് ആയിട്ടും ഉള്ള ഒരു സാധനം കാസർഗോഡ് നടന്നുകൊണ്ടിരുന്ന, ഇപ്പം അതല്ല പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ആ സാധനത്തിനെ എടുത്ത് പറയാവുന്ന രീതിയിൽ ഇതുവരെ കാസർഗോഡിൻ്റെ ഒരു സാധനം തനിയായിട്ട് വന്നിട്ടില്ല. കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ കാസർഗോഡിൻ്റെ ഒരു ആ തനി സ്വഭാവം എടുത്ത് പറയത്തക്ക രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. താങ്ക് യു. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആ ഹേസ്റ്റ് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് നമ്മളങ്ങനെ കാണാറില്ലല്ലോ. അപ്പം നമ്മളൊരു ഗ്രാമീണം ഒരു പശ്ചാത്തലത്തിൽ ആ ഹേസ്റ്റ് വന്നിട്ട് പിന്നെ അത് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ന്യൂവും ഓൾഡും ടച്ച് ആയിട്ടുള്ള രീതിയിലെടുത്തിട്ടുണ്ട്. ഞാൻ്റെ റോൾസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാത്തൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇഷ്ടപ്പെട്ടത്? നല്ലൊരു ത്രില്ലർ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സംവിധാനം, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ, ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് സിനിമ. എല്ലാവരും എന്നുവെച്ചാൽ എല്ലാവരും ഒന്നിനൊന്നും വെച്ചത് നല്ല കഥ. പ്രേക്ഷകരോട് ശരിക്കും നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു. 2.5 വർഷം മുമ്പ് തീർത്തൊരു പടമാണ്, കൊച്ചു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിയേറ്റർ കിട്ടില്ല, വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ നമുക്ക് തിയേറ്റർ കിട്ടാതെ വരിക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് റിലീസായ സിനിമയാണ്. അപ്പോൾ അതിനൊക്കെ മണി ഹേസ്റ്റ് പരിപാടികൾ, ധാരാളം പടങ്ങൾ നമുക്കിപ്പോൾ ഫിംഗർ ടിപ്പിൽ സിനിമകളുണ്ട് അല്ലേ, ധാരാളം ലാംഗ്വേജിൽ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കൊച്ചു പടം വളരെ എൻഗേജിങ് ആണ്. എനിക്ക് വർക്കായത് ശരിക്കും സെക്കൻഡ് ഹാഫാണ് എനിക്ക് ശരിക്കും വർക്കായത്. ഞാൻ ആ സിനിമയിലെ ഭാഗമാണെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ പ്രേക്ഷകരുടെ കൂടി ഇരുന്ന് കാണുമ്പോഴുള്ള അതിനൊരു എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, വളരെ രസമായിട്ട് പോകുന്ന ഒരു സസ്പെൻസ് പരിപാടി. നിങ്ങൾ നേരം കണ്ടില്ലേ പടം? കണ്ടു. അതിനല്ലേ അഭിപ്രായം? ബാക്കി നമുക്ക് നോക്കാം, പ്രേക്ഷകർ കണ്ടോ പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഓക്കെ. എങ്ങനെ എന്തായാലും ഞാൻ നല്ലതേ പറയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒരു പ്രതീക്ഷയാണല്ലോ. ആ ഒരു ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ചെയ്ത സിനിമയാണത്. ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ കോവിഡ് പ്രശ്നങ്ങളും അങ്ങനത്തെ പല പ്രശ്നങ്ങളും കഴിഞ്ഞ് നമ്മൾ ഒരു കൊച്ചൊരു സിനിമയാണ്. പക്ഷെ അത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഡയറക്ടറുടെ ഒരു കഴിവാണ്. അദ്ദേഹം അത് സിനിമയുടെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ വർക്ക് ചെയ്ത് വീണ്ടും ചില കാര്യങ്ങൾ ആഡ് ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന പരിപാടികളാണ്. അത് ആ ഒരു സംഭവങ്ങൾ അതൊക്കെ വർക്കായിട്ടുണ്ട്. കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നല്ല അഭിപ്രായം ഇപ്പോൾ കണ്ടവരും പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പ്രൊഡ്യൂസറാണ് കുറച്ചും ഇതുവഴി പോയത്, അപ്പം പുള്ളി ചിരിച്ചുകൊണ്ടല്ലേ പോയത്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. ആൾക്കാർ കണ്ടാലത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൊച്ചു സിനിമയാണ്, പക്ഷേ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. നല്ല ത്രില്ലർ, എൻഗേജിങ് ആയിട്ട് തുടങ്ങിത്തീരുന്നത് നമ്മൾ അറിയിക്കാത്തൊരു പടം. ഗംഭീരമായിട്ട് മൂവിയുടെ ഒരു ഭാഗമാണ് ഞാൻ. അഴകി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സഞ്ജു ശിവറാമിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. ഞങ്ങൾ കുറച്ച് എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം, അതായത് കുറച്ച് ടൈം എടുത്തു പടം ആക്ച്വലി റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പടം? ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഈ ത്രില്ലർ ജോണിലുള്ള പല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മുടെ നവീൻ ജോൺ. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ഈ മൂവി. ഇരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന വർക്ക്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ. പക്ഷെ അവസാനം ഒരു കൈയടി വന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ ചെയ്തൊരു സിനിമയാണെങ്കിലും ആ ദാരിദ്ര്യമൊന്നും സിനിമയിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ കഥ എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം അതുകൊണ്ടാണ് അവസാനം ഒരു കൈയടി കിട്ടിയത് ആ പോയിന്റിൽ. അപ്പോൾ അത് വർക്കായി എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാണാൻ പറ്റുന്നവരെല്ലാം ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഈ ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയ സിനിമകളുടെ വിജയവും ഒരു ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ പൈസ വസൂലാണ്, കാണുക, പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.